ഹരി ഓം. ഭഗവത്ഗീത അധ്യായം 1 ശ്ലോകം 15. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമകർമാ മൃഗോദര. ശ്രീഹരേ നമ. പാഞ്ചജന്യം എന്ന പുകൾ നേടിയ ശംഖ്, ഹൃഷീകേശം ഇന്ദ്രിയങ്ങളുടെ അധിപനായ കൃഷ്ണൻ, ദേവദത്തം എന്ന ശംഖ്, ധനഞ്ജയ അർജുനൻ, പൗണ്ഡ്രം എന്ന പേരുള്ള ശംഖ്, ദത്മൗ മുഴക്കി, മഹാശംഖം മഹത്തായ ശംഖ്, ഭീമമായ കർമ്മം ചെയ്യാൻ കഴിവുള്ള മൃഗോദരഹ ഭീമൻ, ഇന്ദ്രിയങ്ങളുടെ അധിപനായ ശ്രീകൃഷ്ണൻ, പാഞ്ചജന്യം എന്നു പേരുള്ള മഹത്തായ ശംഖ് ഊതി. തത്സമയം അർജുനൻ ദേവദത്തമെന്ന ശംഖം മുഴക്കി. ഭീമമായ കർമ്മം ചെയ്യാൻ കഴിവുള്ള ഭീമൻ പൗണ്ഡ്രം എന്നു പേരുള്ള വലിയ ശംഖവും മുഴക്കി. സർവ ഇന്ദ്രിയങ്ങളുടെയും നാഥനായതുകൊണ്ടാണ് ശ്രീകൃഷ്ണന് ഹൃഷീകേശൻ എന്ന പേര് കിട്ടിയിരിക്കുന്നത്. ജീവജാലങ്ങളെല്ലാം കൃഷ്ണ ഭഗവാന്റെ അംശങ്ങളാണ്. ഓരോ ജീവിയുടെയും ഹൃദയത്തിലിരുന്ന കൃഷ്ണനാണ് ഇന്ദ്രിയങ്ങളെ നയിക്കപ്പെടുന്നതെന്ന് സാരം. ഒരു ശുദ്ധ ഭക്തന്റെ ഇന്ദ്രിയങ്ങളെ ഭഗവാൻ സ്വയം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്തുന്നു. കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിൽ അർജുനന്റെ ഇന്ദ്രിയങ്ങളെ ഭഗവാൻ സ്വയം ഏറ്റെടുത്തു നടത്തുന്നു. കൃഷ്ണൻ ഇവിടെ സാരഥിയാണെങ്കിലും പാണ്ഡവ പക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ കൃഷ്ണന്റെ പേര് ആദ്യം പറഞ്ഞിരിക്കുന്നത്. മഹാപ്രഭാവശാലികളായ യോദ്ധാക്കളാരും അല്ല പാണ്ഡവ പക്ഷത്തിന് വിജയം നേടിക്കൊടുത്തത്, മറിച്ച് ആയുധം തൊടുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്ത ശ്രീകൃഷ്ണനാണ്. ഇന്ദ്രിയങ്ങളെ ആത്മബോധം കൊണ്ട് വശത്താക്കി ഈശ്വരേച്ഛയ്ക്ക് വഴങ്ങുന്നവർ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നു. ഇവിടെയും അതാണ് സംഭവിച്ചത്. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഹരി ഓം. മൂർഖന്നൂർ ശ്രീഹരി തിരുമേനിജിയുടെ ഭഗവത്ഗീതയിലൂടെ ഒരു ഭക്തിയാത്ര എന്ന കൃതിയിൽ നിന്നും എടുത്തിരിക്കുന്ന 4 വരി. ഇന്ദ്രിയാധിപനാം കൃഷ്ണൻ പാഞ്ചജന്യം വിളിച്ചപ്പോൾ ഇന്ദ്രപുത്രൻ ദേവദത്തം വിളിച്ചുവല്ലോ. ദുഷ്കരമാം പ്രവൃത്തികൾ നിസ്സാരമായി ചെയ്യും ഭീമൻ പൗണ്ഡ്രമെന്ന ദിവ്യശംഖം മുഴക്കി മോദാൽ. ശ്രീഹരേ നമ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഒരു കീർത്തനം കൂടി ഇവിടെ പാരായണം ചെയ്യുന്നു. അതായത് ശ്രീ ശങ്കരാചാര്യ തിരുവടികൾ എഴുതിയിരിക്കുന്ന ആദിശങ്കരൻ ഗുരുവായിരിക്കുന്ന ഭഗവാന് ദേവകൃത ലക്ഷ്മി സ്തവം എന്നുള്ള കൃതി ഇവിടെ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. ക്ഷമസ്വ ഭഗവത്യംബ ക്ഷമാശീലേ പരാത്പരേ ശുദ്ധസത്വസ്വരൂപേ ച കോപാദി പരിവർജിതേ ഉപമേ സർവസ്വാധീനം ദേവീനാം ദേവപൂജിതേ ത്വയാ വിനാ ജഗത് സർവം മൃതതുല്യം ച നിഷ്ഫലം സർവസമ്പൽ സ്വരൂപാത്വം സർവേഷാം സർവരൂപിണി രാസേശ്വര്യാധിദേവിത്വം ത്വത്കലാസമയോഷിത കൈലാസേ പാർവതീത്വം ച ക്ഷീരോദേ സിന്ധുകന്യക സ്വർഗേ ച ദേവലക്ഷ്മീസ്ത്വം മർത്യലക്ഷ്മീം ച ഭൂതലേ വൈകുണ്ഠേ ച മഹാലക്ഷ്മീർ ദേവദേവീ സരസ്വതി ഗംഗാ ച തുളസീത്വം ച
സാവിത്രീ ബ്രഹ്മലോകത കൃഷ്ണപ്രാണാധിദേവീ ത്വം ഗോലോകേ രാധികാ സ്വയം രാസേ രാസേശ്വരി ത്വം ച വൃന്ദാവനവനേ വനേ കൃഷ്ണപ്രിയാ ത്വം ഭാണ്ഡീരേ ചന്ദ്രാചന്ദനകാനനെ വിരജാ ചമ്പകവനെ ശതശൃംഗേജ സുന്ദരി പത്മാവതി പത്മവനെ മാലതി മാലദീവനെ കുന്ദദന്തി കുന്ദവനെ സുശീലാ കേതകീവനെ കദംബമാല ത്വം ദേവി കദംബകാനനേപി ച രാജലക്ഷ്മീ രാജഗേഹേ ഗൃഹലക്ഷ്മീർഗൃഹേ ഗൃഹേ ഇതി ലക്ഷ്മീസ്തവം പുണ്യം സർവദേവൈ കൃതം ശുഭം യപ്പടേൻ പ്രാതരുദ്ധായ സ വൈ സർവം ലഭേ ധ്രുവം. ശ്രീ മഹാദേവ്യൈ നമഃ. ആദ്യത്തെ ഒന്നാമത്തെ ശ്ലോകത്തിന്റെ ലളിതാർത്ഥം. ഹേ ഭഗവതി അമ്മേ, ക്ഷമാശീലയായവളെ, പരത്തിൽ നിന്നും പരയായുള്ളവളെ, അത്യുത്കൃഷ്ടത്തിൽ നിന്നും അത്യുത്കൃഷ്ടങ്ങളായവളെ, ശുദ്ധ സത്വസ്വരൂപ ഗുണമായി പരിരസിക്കുന്നവളെ, കോപാദി ദോഷങ്ങളില്ലാത്ത ദേവി, ഭവതി ഞങ്ങളുടെ അപരാധത്തെയെല്ലാം ക്ഷമിച്ചാലും. രണ്ടാമത്തെ ശ്ലോകം. പതിവ്രതമാരായ എല്ലാ ദേവികൾക്കും ദൃഷ്ടാന്തമായവളെ, ദേവന്മാരാൽ പൂജിക്കപ്പെട്ടവളെ, നിന്നോടുകൂടെ കൂടാതെ ഇരുന്നാൽ ലോകമെല്ലാം മരിച്ചതിന് തുല്യവും നിഷ്ഫലവുമാകുന്നു. അവിടുത്തെ സാന്നിധ്യമാണ് ലോകം നശ്വരമായി ആ ലീലകൾ മുഴുവൻ ആടുന്നത്. മൂന്നാം ശ്ലോകം. ഹേ ദേവി ഭഗവതി, സർവസമ്പൽ സ്വരൂപയാകുന്നു അവിടുന്ന്. എല്ലാവർക്കും എല്ലാ രൂപത്തോടും കൂടിയവളാകുന്നു. രാസമണ്ഡലത്തിൻ്റെ നായികയായി അധിദേവതയായും അവിടുന്ന് ആകുന്നു. പെണ്ണുങ്ങളെല്ലാം സ്ത്രീകൾ അവിടുത്തെ അംശഭൂതകളാകുന്നു. 4, 5, 6, 7, 8, 9 ശ്ലോകത്തിലെ ലളിതാർത്ഥം. ഹേ ദേവി, കൈലാസത്തിൽ പാർവതിയായി പരിരസിക്കുന്നതും പാലാഴിയിൽ ലക്ഷ്മിയായി വിളങ്ങുന്നതും സ്വർഗത്തിലെ ദേവലക്ഷ്മിയും ഭൂമിയിലെ മനുഷ്യലക്ഷ്മിയും വൈകുണ്ഠത്തിലെ മഹാലക്ഷ്മിയും നീ തന്നെ. ദേവദേവിയായ സരസ്വതിയും ഗംഗയും തുളസിയും ബ്രഹ്മലോകത്തിലെ സാവിത്രിയും ഗോകുലത്തിലെ കൃഷ്ണന്റെ പ്രാണാധിദേവതയായ സാക്ഷാൽ രാധികയും സന്തോഷകരമായ വൃന്ദാവനത്തിലെ രാസേശ്വരിയും അവിടുന്ന് തന്നെ. ഭാണ്ഡീരവനത്തിലെ കൃഷ്ണപ്രിയയും ചന്ദനക്കാട്ടിലെ ചന്ദ്രികയും ചമ്പകവനത്തിലെ വിരളയും ശതശൃംഗത്തിലെ സുന്ദരിയും പത്മവനത്തിലെ പത്മാവതിയും മാലദീവനത്തിലെ മാലതിയും കുന്ദവനത്തിലെ കുന്ദദന്തിയും കേതകീവനത്തിലെ സുശീലയും കടമ്പ് കാട്ടിലെ കദംബ മാലയും നീയാകുന്നു. രാജഗ്രഹത്തിലെ രാജലക്ഷ്മിയും ഗ്രഹം തോറുമുള്ള ഗ്രഹലക്ഷ്മിയും അവിടുന്നാണ്. ശ്ലോകം 10. സർവ്വദേവന്മാരാലും ചെയ്യപ്പെട്ട പുണ്യവും ശുഭവുമായ ഈ ലക്ഷ്മി സ്തവത്തെ കാലത്തെഴുന്നേറ്റ് ആരൊരുത്തം ജപിക്കുന്നുവോ അവന് എല്ലാ അഭീഷ്ടങ്ങളും ആ സർവേശ്വരി നൽകും. വളരെ പ്രധാനപ്പെട്ട ഈ ശ്ലോകത്തെ, ഈ സ്തുതിയെ പഠിക്കുവാൻ എല്ലാവരും ശ്രദ്ധ കാണിക്കണം. അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സർവം സമർപ്പിച്ചുകൊണ്ട് ഓം ശ്രീ മഹാദേവി നമഃ സർവം സമർപ്പയാമി. ഹരി ഓം.